ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മഴക്കാലമായില്ലോ, അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് സ്കിൻ കെയർ ടിപ്സും ആയിട്ടാണ് കേട്ടോ. എല്ലാവരും സ്കിൻ കെയർ ചെയ്തിട്ട് പിന്നെ ഹെൽത്തി ആക്കി വെക്കുന്നവരല്ലേ. അപ്പം മഴക്കാലം ആകുമ്പോൾ പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്ന് സംശയമുള്ളവരുണ്ടായിരിക്കും. ആ ഒരു സംശയത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പൊ ഇന്ന് ഈ മൺസൂൺ സീസണിൽ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയി ആയിട്ടും വെക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വീഡിയോക്ക് പോയാലോ. ടിപ്പ് നമ്പർ 1, ക്ലെൻസ് യുവർ ഫേസ്. ക്ലെൻസ് യുവർ ഫേസ് എന്ന് വെച്ചാൽ എന്താ? മുഖം നല്ല വൃത്തിയായിട്ട് കഴുകുക അല്ലെ. മൺസൂൺ സീസണിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിട്ട് തന്നെ സ്കിന്നിൽ ഡേർട്ട് ആൻഡ് ഓയിൽ ബിൽഡപ്പ് ആകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ദിവസം 2 തവണയെങ്കിലും മുഖം വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രമിക്കാം. ഇതാണ് ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2, ഡോണ്ട് സ്കിപ്പ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഒഴിവാക്കിയേ ചെയ്യരുത്. എന്താന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും, ഓ മഴക്കാലം അല്ലേ, മോയ്സ്ചറൈസറിന്റെ ഒക്കെ ആവശ്യം എന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പം ഈ മഴക്കാലത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുക. അവനാന്റെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ടിപ്പ് നമ്പർ 3, സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. അതായത് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. മഴയല്ലേ, സൺസ്ക്രീൻ ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അതായത് എല്ലാവരുടെയും മിഥ്യാധാരണയാണ് വെയിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ അടിക്കുമ്പോഴാണ് സൺസ്ക്രീൻ തേച്ച് പുറത്തിറങ്ങണ്ടോന്ന്. പക്ഷെ അങ്ങനെയല്ല. വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വരെ നമ്മൾ ജസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം നന്നായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് മെലാസ്മ പോലെയുള്ള ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സൺസ്ക്രീൻ മാക്സിമം ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. മൺസൂൺ സീസണിലാകുമ്പോൾ ഈ മഴക്കാലത്താണെങ്കിലും ക്ലൗഡ്സിന് മുകളിലൂടെ UV റേസ് വരാൻ, അതായത് സൂര്യകിരണങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നല്ല, വരും. അപ്പം SPF 30 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സൺസ്ക്രീന് യൂസ് ചെയ്യാം കേട്ടോ. ടിപ്പ് നമ്പർ 5, അവോയ്ഡ് ടച്ചിങ് യുവർ ഫേസ്. അതായത് നമ്മുടെ മുഖത്ത് ഏത് നേരം ഇങ്ങനെ തൊട്ട് ഇരിക്കുന്നത് ഒഴിവാക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞു അല്ലെ, നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കൈ വെച്ച് നമ്മൾ മുഖത്ത് തൊടുമ്പോൾ നമ്മുടെ മുഖത്ത് കൂടുതൽ പിമ്പിൾസും പിന്നെ അത് മാത്രമല്ല ബ്രേക്ക്ഔട്ട്സും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖത്ത് തൊട്ടുള്ള പരിപാടിയൊക്കെ ഈ ഒഴിവാക്കുക. അതിപ്പോ മഴക്കാലത്തിനല്ല, അല്ലെങ്കിൽ കൂടി മുഖത്തധികം അവിടെ എവിടെയും പോയി നമ്മൾ പുറത്തൊക്കെ പോയിട്ടിരിക്കുമ്പോൾ മുഖത്ത് ഇങ്ങനെ ടച്ച് ചെയ്യണത് അത്ര നല്ലതല്ല. ഡേർട്ട് നമ്മുടെ മുഖത്താവും. എസ്പെഷ്യലി ഈ വീട്ടിലെത്തിയിട്ട് മുഖം കഴുകാത്തവരാകുമ്പോൾ. അപ്പൊ പിന്നെ പറയും വേണ്ട. ടിപ്പ് നമ്പർ 6, കീപ് യുവർ മേക്കപ്പ് ലൈറ്റ്. എന്താന്ന് വെച്ചാൽ ഈ മൺസൂൺ സീസണിൽ ഒന്നാമതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ സ്കിന്നിന് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ ഹെവി മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ പോർസ് ഒക്കെ ബ്ലോക്ക് ആവാനായിട്ട് കാരണമാവും. അപ്പം ഈ മൺസൂൺ സീസണിൽ കൂടുതലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രീത്തബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ടിപ്പ് നമ്പർ 7, വാച്ച് ഔട്ട് ഫോർ ഫംഗൽ ഇൻഫെക്ഷൻ. അതായത് നമ്മൾ മൺസൂൺ സീസണിൽ എന്തായാലും നമ്മൾ മഴ കൊള്ളൂ അല്ലെ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നല്ല മഴ പെയ്യുകയാണെങ്കിൽ എന്തായാലും മഴ നനയും. ഈ മഴ നനയുമ്പോൾ ആ ഡ്രസ്സുകൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ റിമൂവ് ചെയ്തിടുക. അധികം നേരം ഈ നനഞ്ഞ വസ്ത്രങ്ങൾ സ്കിന്നിൽ ഇരിക്കും തോറും നമുക്ക് കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിപ്പോ ഫേസിന്റെ കാര്യം മാത്രമല്ല, മൊത്തത്തില് നമ്മുടെ ബോഡിയുടെ കാര്യമാണ് പറയണത്. അപ്പം മൺസൂൺ സീസണിൽ മഴ നനഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 8, ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. ഓക്കെ, ഇത് എന്താ പറയാ, മൺസൂൺ സീസണിൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. അപ്പൊ മൺസൂൺ സീസണിലാകുമ്പോൾ നമ്മൾ കൂടുതലും ഈ വിറ്റാമിൻ C റിച്ച് ഫുഡ്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ്സ് കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് സ്കിന്നിന്റെ ഹെൽത്ത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 9, ജെന്റിൽ എക്സ്ഫോളിയേഷൻ. ജെന്റിൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആഴ്ചയിൽ 1-2 തവണ നമ്മൾ സ്കിന്നിന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ റിമൂവ് ചെയ്ത് കളയാം. 1-2 തവണ സ്ക്രബ്ബർ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിപ്പോ ബോഡിയിലായിക്കോട്ടെ ഫേസിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ വീക്കിലി 2 മാത്രമേ 1-2 തവണ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് എന്താ പറയാ, സ്കിന്ന് ഡള്ളാക്കാനായിട്ട് കാരണമുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ മൺസൂൺ സമയത്ത് നമ്മൾ സ്ക്രബിങ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കിൻ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ സ്കിൻ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കാനായിട്ട് സഹായിക്കും. ടിപ്പ് നമ്പർ 10, അപ്പം ഇത് അവസാനത്തെ ടിപ്പാണ്.
ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ഗുഡ് സ്ലീപ്സ് ഈസ് ദ ബെസ്റ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയും. ദിവസത്തിൽ ഒരു 7 to 8 മണിക്കൂറെങ്കിലും വരെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജീവിത ശൈലികൾ തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ആക്കി വെക്കണത്, അല്ലെങ്കിൽ ഫ്രഷ് ആക്കി ഹെൽത്തി ആക്കി വെക്കണത്. ഒരുവിധം മൺസൂൺ സീസണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയും കേട്ടോ. സോ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് മൺസൂൺ സീസണിൽ ശ്രദ്ധിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻസ് അല്ലെങ്കിൽ ടിപ്സ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.